السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അഅമാലുൻ യസീറ വ ഉജൂറുൻ അദീമ എന്ന പുസ്തകത്തിൽ നിന്ന് 103 ഹദീസുകൾ വായിച്ചു കഴിഞ്ഞു. ഈ 104-ാമത്തെ ഹദീസാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഈ സന്ദർഭത്തിൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളെ വിഷയത്തിലേക്ക് കടക്കാം. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഹിജ്റ 1447 ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കച്ചവടത്തിൽ ഓരോ വർഷവും കണക്കെടുപ്പുണ്ടാകും. കച്ചവടത്തിന്റെ പുരോഗതിയെക്കുറിച്ച്, ലാഭനഷ്ടങ്ങളെക്കുറിച്ച് അവൻ പരിശോധിക്കും. ഏത് കച്ചവടക്കാരും ഗൗരവത്തിൽ കച്ചവടം ചെയ്യുന്ന ഏത് കച്ചവടക്കാരും വർഷാവർഷം അവരെ കണക്കെടുക്കും. ദുനിയാവിന്റെ വിഷയം ആയിട്ട് കൂടി അത്തരം കാര്യങ്ങളിൽ കച്ചവടക്കാർ അത് ശ്രദ്ധിക്കുന്നു. അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇവിടെ കച്ചവടം ചെയ്യാനോ ദുനിയാവിൽ ജീവിക്കുന്നതിനെ കുറിച്ചൊന്നുമല്ല, മറിച്ച് നമ്മുടെ പരലോകം ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. കഴിഞ്ഞൊരു വർഷം എങ്ങനെയാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത്, നമ്മുടെ നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു, അതിൽ നമ്മൾ വീഴ്ച വരുത്തിയിട്ടുണ്ടോ, സുന്നത്തായ കർമ്മങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു, ഇനി ഹറാമുകളുടെ വിഷയത്തിൽ നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിൽ എത്രത്തോളം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിച്ചു, വലിയ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ, അതേപോലെ തന്നെ നമ്മൾക്ക് ഒരു അഡിക്ഷൻ എന്ന പോലെ ഒഴിവാക്കാൻ പറ്റാത്ത തിന്മകൾ പ്രത്യേകിച്ചും രഹസ്യ ജീവിതത്തിലൊക്കെ നമ്മൾക്കുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ്. പണ്ഡിതന്മാർ പറയാറുള്ള ഒരു കാര്യമാണ് ഈ ദുനിയാവിന്റെ ഹഖീഖത്ത്, യഥാർത്ഥത്തിൽ ഈ ദുനിയാവ് എന്താണ്, നമ്മൾ ജീവിക്കുന്ന ദുനിയാവ് എന്താണ് എന്നൊരാൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അവനാണ് ഈ ദുനിയാവിലെ സൗഭാഗ്യവാൻ. സഈദു ഫി ദുനിയ മൻ അറഫ ഹഖീഖത അദ്ദുനിയ. യഥാർത്ഥത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുനിയാവ് എന്താണ്, യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുന്നവനാണ് യഥാർത്ഥത്തിലുള്ള സഈദ്, സൗഭാഗ്യവാൻ. നമ്മൾ ചിന്തിച്ചു നോക്കണം, ദുനിയാവിന്റെ അവസ്ഥ എന്താണ്. നമ്മളിപ്പോ ദുനിയാവിലാണ്, ഞാൻ നിങ്ങളൊക്കെ ദുന്യവിയായ ജീവിതത്തിലാണ്. അടുത്ത നിമിഷം, അടുത്ത മണിക്കൂറുകളിൽ നമ്മൾ പരലോക ജീവിതം ആരംഭിക്കേണ്ട ആളുകളായി മാറാനുള്ള സാധ്യത ഉണ്ട്. അത്രയും ഗ്യാരണ്ടി ഇല്ലാത്ത ഏത് സമയത്തും ഈ ദുനിയാവ് വിട്ടു പോകേണ്ട ആളുകളാണ് നമ്മൾ. അപ്പൊ ശരിക്കും ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ എത്ര നിസ്സാരമാണ്, ഏത് സമയം അവസാനിക്കുന്ന ഒന്നാണ് എന്ന് ശരിക്കും ഞാൻ നിങ്ങളൊക്കെ മനസ്സിലേക്ക് കയറ്റിയാൽ ഈ ദുനിയാവിൽ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന കാര്യത്തിൽ അതീവ ശ്രദ്ധയുള്ളവരായിരിക്കും. നമുക്ക് നമ്മുടെ മരണം എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും സംഭവിക്കാം. ഖിയാമത്ത് നാളെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയാറുണ്ട്, 2 തരം ഖിയാമത്തുണ്ട്. ഒന്ന് ഖിയാമത്തുൻ കുബ്ര, വലിയ ഖിയാമത്ത്, അന്ത്യനാളെന്ന് നമ്മൾ പറയുന്ന ഈ ലോകം അവസാനിക്കുന്ന ദിവസം. മറ്റൊന്നുണ്ട് ഖിയാമത്തുൻ സുഗ്റ, ചെറിയ ഖിയാമത്ത്, അഥവാ ഓരോ വ്യക്തിയും അവൻ മരിക്കുന്നതോടുകൂടി അവന്റെ ഖിയാമത്ത് നാൾ, അവന്റെ പരലോക ജീവിതം തുടങ്ങും. ഇത് സലഫുകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എപ്പോഴാണ് ഒരാൾ മരിക്കുന്നത് അതോടുകൂടി അവന്റെ പരലോക ജീവിതം തുടങ്ങും. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയാൽ ഖിയാമത്തുൻ സുഗ്റ, ചെറിയ ഖിയാമത്ത് എന്നാണ്. അതേത് സമയത്ത് സംഭവിക്കാം. മൊത്തത്തിൽ ഖിയാമത്തുൻ കുബ്ര, വലിയ ഖിയാമത്തിനെ കുറിച്ചാണ് അല്ലാഹു തആല എന്താ പറഞ്ഞത്, ഇഖ്തറബത്തി സ്സാഅതു വൻശഖൽ ഖമർ,
ഖിയാമത്ത് നാൾ വളരെ അടുത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖമറിൽ പറഞ്ഞു, ഖിയാമത്ത് നാൾ വളരെ അടുത്തിട്ടുണ്ട്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനങ്ങളുടെ വിചാരണ അടുത്തിട്ടുണ്ട്, അവരാണെങ്കിൽ അശ്രദ്ധയിലാണ് എന്നൊക്കെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 വിരലുകൾ ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഞാനും എന്റെ നിയോഗവും ഖിയാമത്ത് നാളും ഇത്ര അടുത്താണ് എന്ന് പറഞ്ഞത് കാണും. അഥവാ ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത് സംഭവിക്കാവുന്ന ഒന്നാണ്. അത് മൊത്തത്തിലുള്ള കാര്യം അങ്ങനെ തന്നെ. എന്നാൽ വ്യക്തിപരമായി ഓരോരുത്തരുടെയും മരണം അത് സംഭവിക്കുന്നതോടുകൂടി അവന്റെ പരലോക ജീവിതം തുടങ്ങി. അത് ഏത് സമയത്തും തുടങ്ങും. അത് അതിനേക്കാൾ അടുത്താണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു ചെറിയ പനി ബാധിച്ചാൽ തന്നെ ഇങ്ങനെ പാടാറുണ്ട് എന്നാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിന് സഹീലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള. അബൂബക്കർ റളിയല്ലാഹു അൻഹു പാടാറുള്ള കുല്ലു ഇംറിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി, ഓരോ മനുഷ്യരും അവരുടെ വീട്ടുകാരോടൊത്ത് പകൽ സമയം പ്രഭാത സമയം കഴിച്ചുകൂട്ടുന്നു. വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി, എന്നാൽ അവന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ് അവന്റെ മരണം. ചെരുപ്പിന്റെ വാറെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനോട് ഒട്ടി നിൽക്കുന്ന ഒന്നാണ്. അതിനേക്കാൾ അടുത്തവന്റെ മരണമുണ്ട്. നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരു കഴിഞ്ഞ വർഷം നമുക്ക് പരിചയമുള്ള നമ്മുടെ കുടുംബക്കാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നമ്മുടെ നാട്ടുകാർ, ഒരുപാട് ആളുകൾ മരിച്ചുപോയിട്ടുണ്ട്. ഒരിക്കലും മരണം അവരിൽ പ്രതീക്ഷിച്ചിട്ടില്ല, നമ്മളും അവരൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല, പക്ഷെ മരിച്ചുപോയി. അത്രയും അടുത്താണ്. അടുത്ത ദിവസങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ ഈ കൂട്ടത്തിലൊക്കെ പലരും മരിക്കാനുണ്ട്. മരണം വളരെ അടുത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജന്നതു അഖറബു ഇലാ അഹദികും മിൻ ശിറാകി നഅലി, സ്വർഗം നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ്. വന്നാറു മിസ്ലു ദാലിക്, നരകവും അങ്ങനെ തന്നെ. നരകവും സ്വർഗ്ഗമൊക്കെ നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സമയത്തും മരിക്കാം. മരിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ സ്വർഗക്കാരനാണോ നരകക്കാരനാണോ എന്ന് ഏകദേശം തീരുമാനമാകും. കാരണം ഒരു നല്ല മനുഷ്യനാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ റൂഹിനെ മലക്കുകൾ സ്വീകരിക്കുന്നത്, ആകാശലോകത്തേക്ക് ഉയർത്തപ്പെടുന്നതൊക്കെ ഹദീസുകളിൽ വന്നതാണ്. ഖബറിലുള്ള അവന്റെ ജീവിതം, നല്ല മനുഷ്യന്മാരാണെങ്കിൽ അവർക്ക് സ്വർഗീയാനുഭൂതിയായിരിക്കും, മോശപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ഖബർ ശിക്ഷയുണ്ടാകും. അപ്പം നരകം സ്വർഗം എന്നൊക്കെ പറഞ്ഞാൽ വളരെ അടുത്താണ് എന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ദുനിയാവിന്റെ നിസ്സാരത നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഓരോ സമയവും നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കവി പറഞ്ഞതുപോലെ, ദഖാതു ഖൽബിൽ മർഇ ഖായിലതുൻ ലഹു ഇന്നൽ ഹയാത ദഖായിഖു വസവാനി, നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പുകൾ നമ്മോട് പറയുന്ന ഒരു കാര്യമാണ്. ഓരോ സമയവും നമ്മുടെ ഹൃദയം ചലിക്കുമ്പോൾ ആ ഹൃദയം പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കേവലം മിനിറ്റുകളും സെക്കൻഡുകളുമാണ് എന്ന കാര്യം. വളരെ വളരെ കുറച്ചു കാലം മാത്രമേ നമ്മൾക്കിവിടെ ജീവിക്കാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളൂ. ഇബ്നു അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, യബ്ന ആദം ഇന്നമ അൻത അയ്യാം, മനുഷ്യൻ ഈ കേവലം ദിവസങ്ങളാണ്. ഫൈദാ ദഹബ യൗമുൻ ദഹബ ബഅദുക, ഒരു ദിവസം നിന്നിൽ നിന്ന് കടന്നുപോയാൽ നിന്റെ ഒരു ഭാഗമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്, കഴിഞ്ഞുപോയിട്ടുള്ളത്. ഓരോ ദിവസവും കഴിയുന്തോറും നമ്മൾ മരണത്തിലേക്ക്, അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുള്ള മരണത്തിലേക്ക് അടുക്കുകയാണ്. ഏത് സമയത്തും അത് സംഭവിക്കാം. നമുക്ക് ഈ കൂട്ടത്തിലിരിക്കുന്ന ആളുകൾ എല്ലാവരും ഒരേ ദിവസം മരിക്കേണ്ടവരല്ല, വ്യത്യസ്തമായ ദിവസങ്ങളിൽ മരിക്കുന്നവരാണ്. ഈ ഒരു ചിന്ത നമ്മൾക്കുണ്ടാകണം. അതാണ് ദുനിയാവ് നമ്മൾ ജീവിക്കുന്ന, നമ്മൾ ഏറെ ചിന്തിക്കുന്ന, ഏറെ പ്രാധാന്യം കൊടുക്കുന്ന, അധിക ആളുകളും പ്രാധാന്യം കൊടുക്കുന്ന ഈ ദുനിയാവിന്റെ ഹഖീഖത്ത്, അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ശരിക്കും ഈ ദുനിയാവ് എന്താണെന്ന് ഒരുത്തൻ തിരിച്ചറിഞ്ഞാൽ അവനാണ് സൗഭാഗ്യവാൻ. ദുനിയാവിന്റെ നിസ്സാരത മനസ്സിലാക്കി ഈ ദുനിയാവല്ല നമ്മൾ ലക്ഷ്യം, പരലോകമാണ് എന്ന് ചിന്തിച്ച് അത് മനസ്സിൽ കൊണ്ട് മനസ്സിലാക്കി ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള സഈദ്, സൗഭാഗ്യവാൻ. ഏത് സമയത്തും ഏതെങ്കിലും ഒരു രാത്രിയോ പകലോ നമ്മൾ മരിക്കേണ്ടവരാണ്. ഏത് രാത്രിയും മരിക്കാം, ഏത് പകലും മരിക്കാം. ഏതോ ഒരു രാത്രി അള്ളാഹു നമ്മുടെ മരണം നിശ്ചയിച്ചിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പകലിൽ. ഇതാണ് അവസ്ഥ. മഹാന്മാരായ സലഫുകൾ അവർ വൈകുന്നേരമാകുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ ഒരു ശിഷ്യയുണ്ട്, മുആദ റഹിമഹുല്ലാഹ്, മുആദ എന്നാണ് പേര്. അവര് ഓരോ ദിവസവും രാത്രിയാകുമ്പോൾ അവർ പറയും, ഹാദിഹി ലൈലതി അല്ലതി അമൂതു ഫീഹ, ഈ രാത്രിയിലാണ് ഞാൻ മരിക്കുക, ഈ രാത്രിയിലാണ് ഞാൻ മരിക്കുക, എന്റെ മരിക്കാനുള്ള രാത്രി ഇന്നാണ് എന്നവർ മനസ്സിലാക്കി. എന്നിട്ട് ധാരാളം നിസ്കരിക്കുമെന്നാണ് രാത്രി. ഏതോ ഒരു രാത്രിയോ പകലോ നമ്മളും മരിക്കാനുള്ളവരാണ്.
ഏത് സമയത്തും മരിക്കാം, ഈ രാത്രി എൻ്റെ അവസാനത്തെ രാത്രിയാണെന്നൊക്കെ ചിന്തിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മുൻഗാമികളായ സലഫുകൾക്ക് സാധിച്ചിരുന്നു. നമ്മളും നമ്മുടെ സമയത്തിന്റെ വില മനസ്സിലാക്കി നമ്മൾക്ക് സാധിക്കുന്ന വിധം അമലുകൾ ചെയ്തുകൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അൽ ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. 104-ാമത്തെ ഹദീസ്, അതിലുള്ള ഹെഡിങ് അസ്സിത്രു അലന്നാസ്. അസ്സിത്രു അലന്നാസ്, ജനങ്ങളുടെ ന്യൂനത മറച്ചുവെക്കൽ എന്നാണ് അധ്യായത്തിന്റെ പേര്. ജനങ്ങളുടെ കുറവുകൾ മറച്ചുവെക്കൽ. നമുക്കറിയാം, മനുഷ്യരാണോ കുറവുകൾ ഉണ്ടാകും, ന്യൂനതകൾ ഉണ്ടാകും. കുറവുകളില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യനുണ്ടാകില്ല. പല രൂപത്തിലുള്ള കുറവുകൾ ഉണ്ടാകും. ഒരേ ആദർശത്തിലുള്ള ആളുകൾക്ക് തന്നെ പല വീഴ്ചകളും പല സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ഉണ്ടാകും. വിശ്വാസിയായ നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളുടെ കുറവുകൾ, ന്യൂനതകൾ അത് മറച്ചുവെക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഒരാളുടെ കുറവുകളും ന്യൂനതകളും പ്രശ്നങ്ങളും ഒക്കെ ആളുകളോട് പരസ്യപ്പെടുത്തുക, മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത് ഗുരുതരമായ കാര്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്തുറു അബ്ദുൻ അബ്ദൻ ഫിദ്ദുനിയ ഇല്ലാ സതറഹു അല്ലാഹു യൗമൽ ഖിയാമ. ലാ യസ്തുറു അബ്ദുൻ അബ്ദൻ ഫിദ്ദുനിയ, ഒരടിമ മറ്റൊരടിമയുടെ കുറവുകൾ ദുനിയാവിൽ മറച്ചുവെക്കുന്നില്ല. ഇല്ലാ സതറഹുല്ലാഹ്, അല്ലാഹു അവന്റെ കുറവുകൾ മറച്ചുവെച്ചിട്ടല്ലാതെ. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു അവന്റെ കുറവുകൾ, ന്യൂനതകൾ മറച്ചുവെച്ചിട്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ, ഒരാൾ മറ്റൊരാളുടെ കുറവുകൾ മറച്ചുവെച്ചാൽ, ന്യൂനതകൾ മറച്ചുവെച്ചാൽ, അല്ലാഹു പരലോകത്ത് അവന്റെ കുറവുകൾ അല്ലാഹു തആല മറച്ചുവെക്കും, മറ്റൊരാൾക്ക് പരസ്യപ്പെടുത്തുകയില്ല. ഇതാണ് ഹദീസിന്റെ അർത്ഥം. ഇതേ ആശയത്തിലുള്ള വേറെയും ഹദീസ് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹ് യൗമൽ ഖിയാമ. ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ കുറവുകൾ മറച്ചുവെച്ചാൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അവന്റെ കുറവുകൾ, അവന്റെ ന്യൂനതകൾ അല്ലാഹു തആല മറച്ചുവെക്കും. വേറെ ചില റിവായത്തിൽ മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. ഒരാൾ മറ്റൊരു മുസ്ലിമിന്റെ കുറവുകൾ മറച്ചുവെച്ചാൽ ദുനിയാവിൽ അല്ലാഹു തആല അവന്റെ കുറവുകൾ പരസ്യപ്പെടുത്തുകയില്ല. അതേപോലെ തന്നെ പരലോകത്തും അല്ലാഹു തആല അവന്റെ കുറവുകൾ മറച്ചുവെക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നമ്മൾ ചെയ്യുന്നതിന് അതേ പ്രതിഫലം അല്ലാഹു, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. നമ്മൾ ചെയ്യുന്ന എന്താണ്? തന്റെ സഹോദരന്റെ കുറവുകൾ മറച്ചുവെക്കുന്നു, അതിന് അല്ലാഹു പ്രതിഫലം നൽകും. നമ്മുടെ ന്യൂനതകൾ അല്ലാഹു തആല മറ്റൊരാളുടെ മുമ്പിൽ വെളിവാക്കുന്നില്ല. ശരിക്കും നമ്മൾ ചിന്തിച്ചു നോക്ക്. ഞാൻ എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് നമ്മൾ രഹസ്യ ജീവിതത്തിൽ ചിന്തിച്ചതും ആഗ്രഹിച്ചതും ചെയ്തതുമായ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. സിത്തീറായ അല്ലാഹു തആല അത് മറച്ചു വെച്ചിട്ടുണ്ട്. ഒരാളുടെ മുമ്പിലും അത് പരസ്യപ്പെടുത്തി നമ്മൾ വശലാക്കിയിട്ടില്ല. എത്ര വലിയ കാര്യമാണത്. അല്ലാഹു അസ്സതീറാണ്, അല്ലെ സിത്തീറാണ്. അല്ലാഹുവിന്റെ ഒരു ഇസ്മാണ്, അല്ലാഹുവിന്റെ ഒരു നാമമാണ്. അല്ലാഹു ധാരാളമായി മറച്ചു വെക്കുന്നവനാണ്. അടിമകളുടെ കുറവുകൾ, പ്രശ്നങ്ങൾ, കുറ്റങ്ങൾ അത് മറച്ചുവെക്കുന്ന അസ്സതീറാണ്, അല്ലെങ്കിൽ അസ്സിത്തീറാണ് അല്ലാഹു തആല. അല്ലാഹുവിന്റെ ഒരു വിശേഷണമാണ് മറച്ചുവെക്കുക എന്നുള്ളത്. മറ്റുള്ളവരുടെ ന്യൂനതകൾ മറച്ചുവെക്കുക എന്നുള്ളത് അല്ലാഹുവിന് ഇഷ്ടമാണ്. അല്ലാഹു തആല അത് ഇഷ്ടപ്പെടുന്നു. അപ്പോ ഒരാൾ തന്റെ സഹോദരന്റെ കുറവുകൾ, പ്രശ്നങ്ങൾ, അവന്റെ ന്യൂനതകൾ മറച്ചുവെച്ചാൽ അല്ലാഹു നമ്മുടെ കുറവുകൾ ദുനിയാവിലും പരലോകത്തും മറച്ചുവെക്കും. നമ്മൾ ചിന്തിച്ചു നോക്കും, പരലോകത്ത് നമ്മൾ നിൽക്കുന്ന അവസ്ഥയിൽ, എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ നമ്മൾ രഹസ്യമായി ചെയ്ത തിന്മകൾ അല്ലാഹു തആല പരസ്യപ്പെടുത്തുക എന്നുള്ളത് എത്ര വഷളത്തരായിരിക്കും. നമ്മുടെ ഭാര്യയുടെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ, സുഹൃത്തുക്കളുടെ മുമ്പിൽ നമ്മുടെ മുഖംമൂടി അഴിച്ചു കളയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. എന്നാൽ അല്ലാഹു തആല മറ്റുള്ളവന്റെ ന്യൂനത നമ്മൾ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല നമ്മുടെ വിചാരണ, അർദ്, നമ്മുടെ തെറ്റുകൾ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അല്ലാഹു തആല നമ്മുടെ സംസാരിക്കുന്നത് ഹദീസിൽ വന്നിട്ടുണ്ട്. പക്ഷേ അല്ലാഹു നമ്മോട് സംസാരിക്കുമ്പോൾ ഒരു മറയിടും. മറ്റുള്ളവർ അത് കേൾക്കുകയോ കാണുകയോ ഇല്ല. ആ രൂപത്തിൽ അല്ലാഹു തആല ഒരു മറയിട്ട് തരും. ഇതൊക്കെ അല്ലാഹു തആല അല്ലാഹുവിന്റെ റഹ്മത്തെന്നോളം ചെയ്യുന്ന കാര്യമാണ്. അല്ലാഹു തആല അസ്സതീറാൻ, അസ്സിത്തീറാൻ എന്ന അല്ലാഹുവിന്റെ നാമത്തിൽ ഉൾക്കൊള്ളുന്ന
പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. മറ്റുള്ളവരുടെ അഭിമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പിച്ചു ചീന്തുക, അവരുടെ കുറവുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്യപ്പെടുത്തി വഷളാക്കുക എന്നുള്ളത് അതീവ ഗൗരവമുള്ള വിഷയമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാ എന്ന നമ്മൾ വായിച്ച ഹദീസിന്റെ സമാന അർത്ഥമുള്ള ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞ വിശദീകരണം ഇങ്ങനെയാണ്. ചോദ്യം അദ്ദേഹം കൊടുക്കുന്ന ഈ ഹദീസിന്റെ മാ മഅന ഹദീസ് മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, ഈ ഹദീസിന്റെ അർത്ഥം എന്താണ്? ഒരാൾ ഒരു മുസ്ലിമിന്റെ ന്യൂനതകൾ മറച്ചുവെച്ചാൽ അവന് പരലോകത്തും ദുനിയാവിലും അല്ലാഹു തആല അവന് മറയിട്ടു കൊടുക്കും, അല്ലാഹു തആല അവന്റെ ന്യൂനതകളും മറച്ചു വെക്കുമെന്ന ഹദീസിന്റെ അർത്ഥം എന്താണ് എന്ന ചോദ്യത്തിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി ഹാദാ ആമുൻ യസ്തുറു ആമുൻ യഉമ്മു സതറ അൽ ഹിസ്സി വസ്സതറ അൽ മഅനവി. ഇവിടെ മറച്ചുവെക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് തരം മറച്ചുവെക്കലുണ്ട്. ഒന്ന് അസ്സതറു അൽ ഹിസ്സി, മറ്റൊന്ന് അസ്സതറു അൽ മഅനവി. ഹിസ്സിയായ മറച്ചുവെക്കലും മഅനവിയായ മറച്ചുവെക്കലും. വസ്സതറുൽ മഅനവി അഹമ്മു വ അക്ബർ, മഅനവിയായ സത്ർ മറച്ചുവെക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും വലുത്. എന്താണ് അസ്സതറുൽ ഹിസ്സി, അസ്സതറുൽ മഅനവി എന്ന് പറഞ്ഞാൽ? അസ്സതറുൽ മഅനവി എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ന്യൂനത, അവനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അവനൊരു കുറവുണ്ട്, അത് മറച്ചു വെക്കുക. അസ്സതറുൽ ഹിസ്സി എന്ന് പറഞ്ഞാൽ അയാൾ വസ്ത്രമില്ലാത്തവനാണ്, അയാളുടെ ഔറത്ത് മറക്കാൻ അയാൾക്ക് വസ്ത്രമില്ലെങ്കിൽ ആ വസ്ത്രം വാങ്ങിക്കൊടുക്കുക എന്നുള്ളതും എന്താണ്? അവന്റെ ഔറത്ത് മറക്കാൻ നമ്മൾ സഹായിക്കുക എന്നതും ഈ ഹദീസിന്റെ പരിധിയിൽ പെടുമെന്ന് പണ്ഡിതൻ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞു. ഫസ്സതുറുൽ ഹിസ്സി അൻ തജിദഹു ആരിയൻ ഫതക്സൂഹു, നീ ഒരു വസ്ത്രമില്ലാത്ത ഒരാളെ കാണുന്നു, അയാൾക്ക് നീ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു. തജിദു അഖാക ആരിയൻ ഫതക്സൂഹു കിസ്വതൻ മിൻ ഇൻദിക്, നിന്റെ അടുത്തിൽ ഒരു വസ്ത്രം എടുത്തിട്ട് അയാൾക്ക് കൊടുക്കുന്നു, അയാളെ ധരിപ്പിക്കുന്നു. ഔ നുഖൂദൻ യശ്തരി ബിഹാ കിസ്വ, അല്ലെങ്കിൽ നീ കുറച്ച് പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ നാണയം കൊടുത്തിട്ട് അയാൾക്ക് ഒരു വസ്ത്രം വാങ്ങി കൊടുക്കുന്നു. ഫഹാദാ യദ്ഖുലു ഫിൽ ഹദീസ്, ഈ പറഞ്ഞതും ഈ ഹദീസിന്റെ പരിധിയിൽ പെടും. അപ്പോൾ ഒരാൾക്ക് വസ്ത്രമില്ലാത്ത ആൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുക എന്നുള്ളതും ഈ ഹദീസിന്റെ പരിധിയിൽ പെടും എന്ന് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പോലെ പണ്ഡിതന്മാർ പറഞ്ഞു. അപ്പൊ അതും ഒരാളുടെ ഔറത്ത് മറക്കാൻ സഹായിക്കലാണ്, അതിന് അല്ലാഹു തആല പ്രതിഫലം നൽകും. ലാകിന്ന അഅ്ളം മിൻ ദാലിക്, എന്നാൽ അതിനേക്കാൾ സുപ്രധാനമായ കാര്യം സത്റു ഔറതിഹി അദ്ദീനിയ അല്ലതി ഹിയ മഅസിയ, അഥവാ അവൻ ചെയ്ത തെറ്റുകൾ മറച്ചു വെക്കുക എന്നുള്ളതിന് ഏറ്റവും പ്രധാനം. ഫതസ്തുറുഹു വലാ തഫ്ളഹു വലാ തുഖ്സിഹി ഹദാ അഅ്ളമു മിൻ ദാലിക്, അവന്റെ ന്യൂനതകൾ മറച്ചു വെക്കലാണ്, അവനെ നീ വഷളാക്കാതിരിക്കലാണ്, അവനെ നീ അപമാനിക്കാതിരിക്കലാണ്. ഇതാണ് അസ്സത്റുൽ മഅനവി എന്ന് പറഞ്ഞാൽ. അതാണ് ഹദീസ് കൊണ്ട് ഏറ്റവും പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ഒരാളുടെ ന്യൂനതകൾ മറച്ചു വെക്കുന്നു. ആദ്യം പറഞ്ഞത് അസ്സത്റുൽ ഹിസ്സി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വസ്ത്രമില്ല, ആ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു. അപ്പോ ഇതാണ് ഈ ഹദീസിന്റെ അർത്ഥമായി പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സഹോദരന്റെ ന്യൂനതകൾ, കുറവുകൾ, അവനുള്ള തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരസ്യപ്പെടുത്താതെ മറച്ചുവെക്കുക, അവനെ വഷളാക്കാതിരിക്കുക എന്നുള്ള കാര്യം. فإذا سترت أخاك وجدته على معصية فسترت عليه ونصحته وحذرته من مغبتها. ഇനി ഒരു സഹോദരൻ തെറ്റ് ചെയ്യുന്ന നീ അറിഞ്ഞു, കണ്ടു, അത് നീ മറച്ചു വെച്ചു, എന്നിട്ട് നീ അവനോട് രഹസ്യമായി അല്ലെങ്കിൽ അവനെ വഷളാക്കാത്ത രൂപത്തിൽ ഉപദേശിച്ചു. ആ തെറ്റിന്റെ ആഖിബത്ത്, അതിന്റെ പര്യവസാനത്തെ തൊട്ട് അവനെ താക്കീത് ചെയ്തു. വലാകിൻ ലം തുഹദ്ദിസ് ബിഹ الناس, പക്ഷെ നീ ഒരാളോട് അത് പറഞ്ഞില്ല, അവനോട് രഹസ്യമായി ഉപദേശിച്ചു, ആ തെറ്റിനെ തൊട്ട് താക്കീത് ചെയ്തു. ഫഅൻത ബിഹാദ ഫുസ്ത ബിഹാദൽ ജസാഇൽ അദീം, അങ്ങനെയാണെങ്കിൽ നീ ഈ പ്രതിഫലം നിനക്ക് നേടിയെടുക്കാൻ സാധിക്കും. നീ ഒരു മുസ്ലിമിന്റെ രഹസ്യം മറച്ചു വെച്ചു എന്നതിന് അല്ലാഹു തആല നിന്റെ രഹസ്യം ഖിയാമത്ത് നാളിൽ മറച്ചുവെക്കുമെന്ന പ്രതിഫലം നിനക്ക് ലഭിക്കുന്നതാണ് എന്ന് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. അല്ലാഹു തആലയുടെ ഒരു നാമമാണ് സതീർ അല്ലെങ്കിൽ സിത്തീർ എന്ന് പറയുന്നത്. മറച്ചുവെക്കുന്നവനാണ്, അടിമകളുടെ ന്യൂനതകൾ മറച്ചുവെക്കും.
അത് ആളുകളിൽ പരസ്യപ്പെടുത്തുകയില്ല. ഇത് അല്ലാഹു തആലയുടെ ഒരു നാമമാണ്, അള്ളാഹുവിന്റെ ഒരു വിശേഷണമാണ് മറച്ചു വെക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇന്നല്ലാഹ അസ്സ വജല്ല ഹയ്യുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയാ വസ്സിത്ർ. അല്ലാഹു തആല അങ്ങേയറ്റം ലജ്ജയുള്ളവനാണ്, അങ്ങേയറ്റം മറച്ചു വെക്കുന്നവനാണ്. അവൻ ലജ്ജ ഇഷ്ടപ്പെടുന്നു, മറച്ചു വെക്കുന്നതിനെയും ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ആരെങ്കിലും കുളിക്കുകയാണെങ്കിൽ അവൻ മറ സ്വീകരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അപ്പോ അല്ലാഹു തആല അസ്സതീറാണ്, മറച്ചു വെക്കുന്നവനാണ്, ഏറെ ലജ്ജയുള്ളവനാണ്. ലജ്ജ ഇഷ്ടപ്പെടുന്നു, മറച്ചു വെക്കുന്നത് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഔറത്ത് വെളിവാക്കാതിരിക്കുക എന്നുള്ളത്, ഔറത്ത് മറക്കുക എന്നുള്ളത് ഈ ഹദീസിന്റെ പരിധിയിൽ പെടും. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ന്യൂനതകൾ മറച്ചു വെക്കുക എന്നുള്ള കാര്യവും ഇതിൽ പെടും. മറച്ചു വെക്കുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇൻഷാ അല്ലാഹ് അത് പറയാം. ഇതിനു മുമ്പ് അസ്സതീർ എന്നുള്ള അള്ളാഹുവിന്റെ നാമം, അള്ളാഹു തആല മറച്ചു വെക്കുന്നവനാണെന്ന് പറഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്ന കാര്യം എന്തൊക്കെയാണ്? നാളെ പരലോകത്ത് വിശ്വാസിയായ അടിമയെ അള്ളാഹു തആല അടുത്തു നിർത്തി ചോദ്യം ചെയ്യുന്ന സന്ദർഭമുണ്ട്. അടുത്തു നിർത്തി അള്ളാഹു തആല അടിമയെ ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അള്ളാഹു തആല അവനെ ചേർത്ത് നിർത്തി ചോദ്യം ചെയ്യുമ്പോൾ ഒരു മറയിടും. ആളുകൾ കാണുന്നില്ല, കേൾക്കുന്നില്ല. എന്നിട്ട് അള്ളാഹു തആല അവൻ ചെയ്ത തെറ്റുകളെല്ലാം അവനെ ബോധ്യപ്പെടുത്തിക്കുന്നു. അതഅരിഫു ദംബ കദ, അതഅരിഫു ദംബ കദ, നീ ഇന്ന ദിവസം ചെയ്ത തെറ്റ് നിനക്കറിയുമോ? ഇങ്ങനെ അവൻ ചെയ്ത തെറ്റുകളെല്ലാം അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അയാൾ പറയും, നഅം യാ ഐ റബ്ബി, റബ്ബേ, അതെ ഞാൻ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. അങ്ങനെ ഹത്താ ഇദാ ഖററഹു ബിദുനൂബിഹി വറഅ ഫീ നഫ്സിഹി അന്നഹു ഹലക്, അവന്റെ തെറ്റുകളൊക്കെ അല്ലാഹു തആല അവന് കാണിച്ചു കൊടുക്കുകയാണ്, ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ അവൻ എല്ലാം ബോധ്യപ്പെടും. ഇന്ന തെറ്റുകളൊക്കെ, നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ നമ്മൾ പലതും മറന്നുപോയിട്ടുണ്ടാകും. പക്ഷെ അല്ലാഹു തആലയുടെ നീതിയുടെ ഭാഗമായി അല്ലാഹു തആല നമ്മൾക്കെല്ലാം അത് കാണിച്ചു തരുന്നുണ്ട്. നാളെ പരലോകത്ത് അവിടെ ബോധ്യപ്പെടാൻ അയാൾ മനസ്സിൽ വിചാരിക്കും, ഞാൻ നശിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് രക്ഷയില്ല, എല്ലാ തെറ്റുകളും അല്ലാഹു തആല പിടിച്ചിട്ടുണ്ട് എന്നവന് ബോധ്യപ്പെടുന്ന സമയത്ത് അല്ലാഹു തആല പറയാണ്, സതർതുഹ അലൈക ഫിദ്ദുനിയ വഅന അഗ്ഫിറു ലകൽ യൗം. ദുനിയാവിൽ നീ ചെയ്ത തെറ്റുകൾ ആർക്കും കാണിച്ചു കൊടുക്കാതെ ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് ഈ ദിവസം ഞാൻ നിനക്ക് ഇതാ പുറത്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല ഫയുഅത കിതാബ ഹസനാതിഹി, അവന്റെ നന്മയുടെ ഗ്രന്ഥം അവന് കൊടുക്കുമെന്ന ഹദീസിൽ കാണാം. നോക്ക്, അല്ലാഹു തആല അവന്റെ തെറ്റുകളെ മറച്ചു വെച്ചു. പരലോകത്തും ആ അർദിന്റെ സമയത്ത് അവൻ ചെയ്ത തെറ്റുകൾ അല്ലെങ്കിൽ അവന്റെ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കുന്ന സമയത്തും ആളുകൾ കേൾക്കാതെ കാണാത്ത രൂപത്തിൽ മറയിട്ടു. ഇതാണ് അല്ലാഹു തആല അസ്സതീറാണെന്ന് പറഞ്ഞാൽ അല്ലാഹു തആല മറച്ചു വെക്കുന്നവനാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നൂനിയയിൽ പറഞ്ഞു, വഹുവൽ ഹയ്യു ഫലൈസ യഫ്ളഹു അബ്ദഹു ഇൻദ തജാഹുരി മിൻഹു ബിൽ അസ്യാനി. അല്ലാഹു തആല അൽ ഹയ്യാണ്, അങ്ങേയറ്റം ലജ്ജയുള്ളവനാണ്. തന്റെ അടിമകളെ അവൻ വശലാക്കുകയില്ല. അടിമകൾ അവരുടെ തിന്മകൾ വെളിവാക്കിയാൽ പോലും, അവർ ചെയ്യുന്ന തിന്മകൾ അവർ വെളിവാക്കിയാൽ പോലും അല്ലാഹു തആല അവരെ വശലാക്കുകയില്ല. ലകിന്നഹു യുൽഖി അലൈഹി സിത്രഹു ഫഹുവ അസ്സതീറു വസാഹിബുൽ ഗുഫ്രാനി. അല്ലാഹു തആല അടിമയുടെ മുമ്പിൽ ഒരു മറ ഇടും. അല്ലാഹു തആല മറക്കുന്നവനാണ്, സതീറാണ്. ധാരാളമായി അടിമകളുടെ കുറവുകൾ മറച്ചു വെക്കുന്നവൻ. വസാഹിബുൽ ഗുഫ്രാനി, പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നൂനിയയിൽ പറഞ്ഞത് കാണാം. ഇവിടെ നമ്മുടെ ഒരു വിഷയമാണ് ഇതിൽ ചേർത്തി പറയേണ്ടത്. അള്ളാഹുവിന്റെ ഒരു പേരാണ് അസ്സതീർ അല്ലെങ്കിൽ അസ്സിത്തീർ. രണ്ട് രൂപത്തിലും പറയാം, അസ്സതീർ, അസ്സിത്തീർ. പലപ്പോഴും ചില ആളുകൾ ഇതിനോട് ചേർത്തി തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ള ഒന്നാണ് അള്ളാഹുവിന്റെ ഒരു പേര് അസ്സത്താർ. അസ്സത്താർ എന്ന പേര് അള്ളാഹുവിനില്ല. അബ്ദുൽ സത്താർ എന്നൊക്കെ പേര് ചിലരുടെ പേര് കാണാം, പക്ഷെ സത്താർ എന്ന പേര് അള്ളാഹുവിനില്ല. സത്താർ എന്ന പേര് അള്ളാഹുവില്ല. മറച്ചു വെക്കുക എന്നുള്ള വിശേഷണത്തിൽ വരുന്ന പദം തന്നെയാണ് അസ്സത്താർ. പക്ഷേ ഹദീസിൽ വന്നിട്ട് അസ്സതീർ അല്ലെങ്കിൽ അസ്സിത്തീർ എന്നൊക്കെയാണ് അത് പറഞ്ഞിട്ട്. അസ്സത്താർ എന്നുള്ള പേര് അള്ളാഹുവിനുണ്ടോ എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ ചോദിക്കപ്പെട്ടവൾ പറഞ്ഞ മറുപടി ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം.
لا أعلم في ذلك ما يدل على أن الستار من أسمائه. الستار എന്നുള്ളത് അല്ലാഹുവിന്റെ പേരാണ് എന്നറിയിക്കുന്ന ഒരു തെളിവും എനിക്കറിയുകയില്ല. വഇൻ കാന യസ്തഅമിലുഹു الناس, ജനങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പലരും അസ്സത്താർ എന്ന പേര് അല്ലാഹുവിനുണ്ട് എന്ന് വിചാരിച്ചിട്ട് അബ്ദുൽ സത്താർ എന്ന പേരൊക്കെ ഇടാറുണ്ട്. لكن لا أعلم في ذلك حديثا صحيحا عن النبي صلى الله عليه وسلم. എന്നാൽ അസ്സത്താർ എന്ന പേര് വരുന്ന അല്ലെങ്കിൽ അതിന് പ്രമാണമായ ഒരു സഹീഹായ ഹദീസും എനിക്കറിയുകയില്ല. وإنما جاء الستير എന്നാൽ സിത്തീർ എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വായിച്ച ഹദീസ് ഇന്ന റബ്ബക്കും ഹയ്യും സതീർ യസ്തഹ്യി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്റാ. അല്ലാഹു തആല അങ്ങേറ്റം റബ്ബ് അങ്ങേറ്റം ലജ്ജിക്കുന്നവനാണ്, മറച്ചു വെക്കുന്നവനാണ്. ഒരടിമ അവനിലേക്ക് ഇരു കൈകളും ഉയർത്തിയാൽ അത് ഖാലിയാക്കി ശൂന്യമാക്കി വിടുക എന്നുള്ളത് അല്ലാഹു ലജ്ജിക്കുന്നു എന്ന് പറയുന്ന ഹദീസ് ഉണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ വായിച്ച ഹദീസും ഇതിലൊക്കെ വന്നിട്ടുള്ള പേരാണെന്ത് അസ്സിത്തീർ അല്ലെങ്കിൽ അസ്സതീർ എന്ന പേര്. فأما الستار فلا أعلم به حديثا صحيحا يدل على أنه من أسمائه سبحانه. എന്നാൽ സത്താർ എന്ന പേര് ഹദീസുകളിൽ പ്രമാണത്തിൽ വന്നിട്ടില്ല. അല്ലാഹുവിന്റെ പേരുകൾ വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും വന്നിട്ടുണ്ട്. പക്ഷെ അസ്സത്താർ എന്ന പേര് വന്നിട്ടില്ല എന്നുള്ളതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കണം. മറച്ചു വെക്കുക എന്നുള്ളത്, മറ്റുള്ളവരുടെ ന്യൂനതകൾ മറച്ചു വെക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടം. അള്ളാഹു തന്നെ അസ്സതീറാണ്, അള്ളാഹുവിന്റെ ഒരു നാമമാണ്. മറച്ചു വെക്കുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ഗുണമാണ്. ഇവിടെ മറച്ചു വെക്കുക എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ നമ്മുടെ ന്യൂനതകൾ തന്നെ മറച്ചു വെക്കുക എന്നുള്ള ഒരു കാര്യം. മറ്റൊന്ന്, നമ്മൾ മറ്റുള്ളവരുടെ ന്യൂനതകൾ മറച്ചു വെക്കുക എന്നുള്ളത്. മറ്റൊരു വിഷയം, ഒരു മയ്യിത്തിന്റെ ന്യൂനത മറച്ചു വെക്കുക എന്നുള്ളതും. അതും പ്രത്യേകം ഹദീസിൽ വന്നിട്ടുള്ളതാണ്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം. മൻ ഗസ്സല മയ്യിതൻ ഫകതമ ഗഫറല്ലാഹു ലഹു 40 മറ. ഒരാൾ ഒരു മയ്യിത്തിനെ കുളിപ്പിച്ചു. ആ കുളിപ്പിച്ച സമയത്ത് ആ മയ്യിത്തിന്റെ ശരീരത്തിൽ പല കുറവുകളും അവൻ കണ്ടിട്ടുണ്ടാകും. ചിലപ്പോ അതവൻ മറച്ചു വെച്ചു, അതവൻ ആരോടും പറഞ്ഞില്ല. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ ഒന്നുകിൽ അവന്റെ ശരീരത്തിനുള്ള ചില ന്യൂനതകൾ ഉണ്ടാവും, ആരും കാണാത്ത. അവനെ കുളിപ്പിക്കുമ്പോഴായിരിക്കും, അവന്റെ ഡ്രസ്സ് അയക്കുമ്പോഴായിരിക്കും അത് കാണാം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതേപോലെ തന്നെ മറ്റൊന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, മരണത്തിന്റെ അവന്റെ അവസ്ഥ, അവന്റെ മുഖം കറുത്തുപോയിട്ടുണ്ട്, അവന്റെ ശരീരം കറുത്തുപോയിട്ടുണ്ട്. അപ്പൊ അത് മുഖം കറുത്തു പോവുക എന്നുള്ളതൊക്കെ ചിലപ്പോൾ അവന്റെ മോശപ്പെട്ട മരണത്തിന്റെ ലക്ഷണങ്ങളായി ആളുകൾ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറവുകൾ അവൻ കുളിപ്പിക്കുന്ന സമയത്ത് കണ്ടിട്ട് അത് ആളുകളോട് പറയാം, ഞാൻ കുളിപ്പിച്ച അവന്റെ മുഖം കറുത്തിരണ്ടതായിട്ട് കണ്ടു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ അവന്റെ ആഖിബത്ത് മോശമാണ് എന്ന് തെറ്റിദ്ധരിക്കും. ഇങ്ങനെയുള്ള കുറവുകളാകട്ടെ, ഇനി അവന്റെ മറ്റു ശാരീരികമായ കുറവുകളാകട്ടെ, അത് പറയാതെ കുളിപ്പിച്ച ആൾ ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാകും. അത് മറച്ചു വച്ചാൽ അവന് 40 തവണ അല്ലാഹു തആല പുറത്തു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ സ്വന്തം ന്യൂനതകൾ മറച്ചു വെക്കുക എന്നുള്ളതും പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മതി മുആഫൻ ഇല്ലൽ മുജാഹിരീൻ. അല്ലാഹു തആല എല്ലാ ആളുകൾക്കും പുറത്തു കൊടുക്കും, മുജാഹിറുകൾക്കൊഴികെ. മുജാഹിറുകൾ എന്ന് പറഞ്ഞാൽ തെറ്റുകൾ പരസ്യപ്പെടുത്തുന്ന ആളുകൾ. 2 രൂപത്തിലാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത്. ഒന്ന്, അവൻ ചെയ്ത തെറ്റുകൾ അവൻ പരസ്യമായി ചെയ്യുന്നു. പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളുകൾ അവർക്ക് ആ തെറ്റിന്റെ അത് ഗൗരവപ്പെട്ടതാണ്. പരസ്യമായി ആളുകളുടെ മുമ്പിൽ ഒരു നാണവുമില്ലാതെ തെറ്റ് ചെയ്യുക എന്നുള്ളത് അതീവ ഗൗരവമുള്ള വിഷയമാണ്. തെറ്റ് പരസ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിൽ 2 രൂപമുണ്ട്. ഒന്ന്, പരസ്യമായി തെറ്റ് ചെയ്യുക. ഇപ്പൊ ഒരാൾ കള്ളു കുടിക്കാൻ, ആരും കാണാതെ കള്ളു കുടിക്കുന്ന ഒരാളുണ്ട്, ആളുകൾ കാണെ കള്ളു കുടിക്കുന്ന ആളുണ്ട്. ആരാ ഗൗരവപ്പെട്ട തിന്മ ചെയ്തത്? മുജാഹിറി പരസ്യമായി കള്ളുടിച്ചതാണ്. ആളുകൾ അറിയുന്നതിനോ ആ ഹറാമ് പരസ്യമായി ലംഘിക്കുന്നതിന് യാതൊരു നാണവുമില്ലാത്ത ആൾ, അവൻ കുറച്ച് ഗൗരവപ്പെട്ട അവസ്ഥയിലാണ്. അതേപോലെ തന്നെ മറ്റൊരവസ്ഥ എന്ന് പറഞ്ഞാൽ രഹസ്യമായി തെറ്റ് ചെയ്തു, എന്നിട്ട് പിന്നെന്ത് ഈ ആളുകളോട് പറയാം, ഞാൻ ഇന്നലെ ഇന്ന കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ മുമ്പ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അള്ളാഹും അവനും അറിഞ്ഞ തിന്മകളാണ്, പക്ഷെ അവൻ അത് പരസ്യപ്പെടുത്തുന്നു. ഇതും മുജാഹറത്താണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുകയില്ല
എന്ന് ഹദീസിൽ കാണുന്നു. അതുകൊണ്ട് നമ്മളുടെ ന്യൂനതകൾ, നമ്മളുടെ രഹസ്യ ജീവിതത്തിലൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കുറവുകൾ, അതൊരിക്കലും നമ്മൾ പരസ്യപ്പെടുത്തരുത്. അള്ളാഹുലേക്ക് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുക. ഒരാളോട് പരസ്യപ്പെടുത്തരുത്. അത് ചില ആളുകൾ അഭിമാനത്തോടുകൂടി പറയുന്നത് കാണാം. അവന്റെ ജാഹിലിയത്ത് ആളുകൾ വിശദീകരിക്കാന്ന് പറഞ്ഞ പേരിൽ എന്ത് ചെയ്യും, അവൻ ചെയ്ത ഓരോ വൃത്തികേടുകൾ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞ് അവൻ മാറിയിട്ടുണ്ടാവും. പക്ഷെ വളരെ ജാഹിലിയത്തിൽ ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, ഹറാമുകൾ ചെയ്തതിന്റെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് സംസാരിക്കുന്ന ആളുകൾ അതീവ ഗൗരവമായ കാര്യമാണ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ നമ്മൾ നമ്മുടെ കുറവുകൾ തന്നെ മറച്ചു വെക്കണം. ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് മറ്റൊരാളുടെ കുറവുകൾ, നമ്മൾ നമ്മുടെ കുറവുകൾ തന്നെ മറച്ചു വെക്കേണ്ടവരാണ്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കുറവുകൾ മറച്ചു വെക്കുക എന്നുള്ളതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. മറ്റൊരാളുടെ കുറവുകൾ പറഞ്ഞ് അയാളെ വഷളാക്കുക എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട തെറ്റായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത്. നിർബന്ധമാണ് ഒരാളുടെ ന്യൂനത മറച്ചു വെക്കുക. അസ്ലൻ അതിന്റെ വിധി അതാണ്, ഉജൂബു സത്തർ. ഒരാളുടെ കുറവ്, തന്റെ സഹോദരന്റെ കുറവ് മറച്ചു വെക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതാണ് അതിന്റെ അടിസ്ഥാന വിധി. എന്നാൽ മറച്ചു വെക്കുക എന്നുള്ളത് അതിന് 3 അവസ്ഥകളുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, വസ്സത്റു സലാസത്തു അഖ്സാം. മറച്ചു വെക്കുക എന്നുള്ളത്, തന്റെ സഹോദരന്റെ ന്യൂനതകൾ മറച്ചു വെക്കുക എന്നുള്ളത് 3 തരമുണ്ട്. ഒന്നാമത്തെ ഇനം അൽ ഖിസ്മുൽ അവ്വൽ അൻ യകൂന ഖൈറ. ഒന്ന്, മറച്ചുവെക്കൽ ഖൈറാകുന്ന രൂപത്തിലുള്ള മറച്ചുവെക്കലാണ് ഖൈർ. ഇതാണ് അടിസ്ഥാനം. തന്റെ സഹോദരന്റെ തിന്മകൾ, കുറവുകൾ നമ്മൾ അറിഞ്ഞു, മനസ്സിലാക്കി, അല്ലെങ്കിൽ നേർക്കുനേരെ കണ്ടു, അവനെ ഉപദേശിക്കണം, അവനെ വഷളാക്കാത്ത രൂപത്തിൽ അത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതൊക്കെയാണ് അടിസ്ഥാനം. അപ്പൊ അത് പറയാതിരിക്കുക, മറച്ചുവെക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം. ഒന്നാമത്തെ ഇനം അതാണ്, ആ മറച്ചുവെക്കൽ ഖൈറാകുന്ന അവസ്ഥ. മറച്ചുവെക്കൽ അത് ഖൈറാണ്. അവന്റെ തിന്മകൾ നമ്മൾ മറച്ചുവെക്കുന്നു, അത് ഖൈറായ മറച്ചുവെക്കലാണ്. രണ്ടാമത്തേത് വൽ ഖിസ്മു സാനി അൻ യകൂന ശർറ. മറച്ചുവെക്കൽ ചിലപ്പോൾ ഷർറാകും. മൂന്നാമത്തേത് വൽ ഖിസ്മു സാലിസ് ലാ യുദ്റ യകൂനു ഖൈറൻ അം ശർ. ഖൈറാണോ ഷർറാണോ എന്ന് തിരിച്ചറിയാത്ത സന്ദർഭം ഉണ്ടാകും. എന്നിട്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഒന്ന് ഖൈറായത്, ഒരു സഹോദരൻ അയാൾ തിന്മകൾ ചെയ്യാൻ മടി കാണിക്കുന്ന, അല്ലെങ്കിൽ പരസ്യമായി തിന്മ ചെയ്യാത്ത ആളാണ്, സൂക്ഷ്മതയുള്ളയാളാണ്. അയാളുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചു, തെറ്റുകൾ സംഭവിച്ചു. ആ തെറ്റുകൾ നമ്മൾ മറച്ചു വെക്കുക എന്നുള്ളതാണ് ഖൈർ. അത് ഖൈറാണ്, അത് മറച്ചുവെക്കൽ നിർബന്ധമാണ്. അത് മഹ്മൂദായ മറച്ചുവെക്കലാണ്. ഒരാളുടെ ന്യൂനത, അയാൾ അബദ്ധത്തിൽ ചെയ്താൽ നമുക്കറിയാം, അല്ലെങ്കിൽ സ്ഥിരമായി തെറ്റിയുന്ന, പരസ്യമായി തെറ്റിയുന്ന ആളല്ല, അയാള് പരമാവധി സൂക്ഷ്മത പുലർത്തുന്ന ആളാണ്. പക്ഷെ അയാൾക്ക് ചില ദുർബല ഘട്ടങ്ങളിൽ സംഭവിച്ച തിന്മകളാണ് എന്ന് മനസ്സിലാക്കിയാൽ അയാളുടെ ആ ന്യൂനത മറച്ചുവെക്കലാണ് ഖൈർ. രണ്ടാമത്തേത് മറച്ചുവെക്കൽ ഷർറാകുന്ന അവസ്ഥ ഉണ്ടാകും. അയാൾ ആ തെറ്റ് ചെയ്യുന്നു, ആ തെറ്റിൽ അയാൾ അത് പറയേണ്ട ആളുകളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ, അറിയിച്ചിട്ടില്ലെങ്കിൽ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകും. ആ തെറ്റ് മറച്ചുവെക്കൽ ചിലപ്പോൾ ഷർറായിരിക്കും. ഒരു മകൻ, അയാൾ തെറ്റ് ചെയ്യുന്ന, ആ കുട്ടി തെറ്റ് നമ്മൾ അറിഞ്ഞു, അവന്റെ രക്ഷിതാവിനോട് പറഞ്ഞാൽ, അറിയിച്ചാൽ അത് ഖൈറാകുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് അറിയിക്കുക എന്നുള്ളതാണ് ഖൈർ. അത് അറിയിക്കാതിരിക്കൽ, മറച്ചുവെക്കൽ ഷർറാണ്. ആ മറച്ചുവെക്കൽ ഷർറായിരിക്കും. അപ്പോ മറച്ചുവെക്കൽ അതിൽ ചില മഫ്സദത്തുകൾ ഉണ്ടെങ്കിൽ, അത് മറച്ചുവെച്ചാൽ ആളുകൾക്ക് അതുകൊണ്ട് പ്രശ്നമുണ്ടാകുമെങ്കിൽ അത് മറച്ചുവെക്കാതിരിക്കാണ് വേണ്ടത്. പ്രത്യേകിച്ചും ഈ പറഞ്ഞിട്ടുള്ള കുട്ടികളുടെ വിഷയം, അതുപോലെ തന്നെ ഒരു പെണ്ണ്, ആ പെണ്ണ് ചില മോശപ്പെട്ട പ്രവർത്തനത്തിലേക്ക് പോകുന്നുണ്ട്, അത് നമ്മൾ അറിഞ്ഞു, അത് മറച്ചുവെച്ചാൽ അയാളെ ഭർത്താവ് ചതിക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ ആ ഭർത്താവിനോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവന് ബന്ധപ്പെട്ട ആളുകളോട് അറിയിച്ചാൽ അവർ നസീഹത്ത് കൊടുത്ത് അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കും. അവിടെ നമ്മൾ മറച്ചുവെച്ച സംഭവിക്കുന്നത് മറ്റൊരാളുടെ ജീവിതം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ട്. അപ്പോ അത് മനസ്സിലാക്കി പറയലാണോ ഖൈർ എന്ന് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഒരു അധ്യാപകന് ചില കുറവുകളുണ്ട്. ആ കുറവുകൾ നമ്മൾ മറച്ചുവെച്ചാൽ ചിലപ്പം കുട്ടികളുടെ ഭാവി നഷ്ടത്തിലാകും. അപ്പോൾ ബന്ധപ്പെട്ട മുദീറിനോട് ആ വിഷയം പറയണം.
അവിടെ മറച്ചുവെക്കൽ, അത് മറച്ചുവെക്കൽ ഷർറായിരിക്കും, അയാളുടെ ന്യൂനതയാണ്. അത് നമ്മൾ മിണ്ടാതിരുന്നാൽ എന്താ സംഭവിക്കുന്നത്? ആ സ്ഥാപനത്തിന് പ്രശ്നമാണ്. അതൊക്കെ ഷെയ്ഖ് പറയുന്ന ഒരു വകുപ്പാണ്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറച്ചുവെക്കൽ ഷർറാകുന്നതുണ്ട്. മൂന്നാമത്തത്, മറച്ചുവെക്കലാണോ ഖൈർ ഷർ നമുക്ക് തിരിയൂല, പറയണോ പറയേണ്ടതില്ലേ, ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ അസ്ലെന്താണ്? മറച്ചുവെക്കലാണ്. നമുക്ക് മനസ്സിലാകുന്നത് പറയലാണോ നല്ലത്, പറയാതിരിക്കലാണോ നല്ലത് എന്ന് നമുക്ക് കൃത്യമായൊരു ബോധമില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബോധ്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തത വരുന്നില്ലെങ്കിൽ അടിസ്ഥാനം എന്താണ്? മറച്ചുവെക്കലാണ് അസ്ൽ എന്നൊക്കെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. ഇവിടെ ഹദീസിൽ പറഞ്ഞിട്ടുള്ള കാര്യം, തന്റെ സഹോദരന്റെ ന്യൂനതകൾ മറച്ചു വെച്ചു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന പ്രതിഫലം അല്ലാഹു തആല അവന്റെ ന്യൂനതകൾ മറച്ചു വെക്കും എന്നുള്ളതാണ്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറഞ്ഞതിൽ ഒരു മസ്ലഹത്ത് ഉണ്ടെങ്കിൽ, ഒരു മഫ്സദത്തിനെ പേടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിന്റെ ഖദർ, അളവ് കൃത്യമായി ശ്രദ്ധിച്ച് അതിന് ബന്ധപ്പെട്ട ആളുകളോട് പറയുക എന്നുള്ള മസല ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ നമ്മളൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ പറയുന്നതും മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതൊക്കെ ഈ അനുവദനീയമായ ഖദർ വിട്ടിട്ടായിരിക്കും അധികം. മറ്റുള്ളവരുടെ അഭിമാനം വില വെക്കാതെ പറയുന്നൊരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ഇത് നാവ് കൊണ്ടുവരുന്ന ഒരു തെറ്റാണ്. ഈ നാവ് കൊണ്ടുള്ള അബദ്ധം എന്ന് പറയുന്നത് സാലിഹുകളായ ആളുകൾക്ക് കൂടുതലായി സംഭവിക്കുന്ന, അല്ലെങ്കിൽ സാലിഹുകളായ ആളുകൾ, വ്യഭിചരിക്കാത്ത, കള്ളുകുടിക്കാത്ത ആളുകൾ, നമ്മളൊന്നും ചിലപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് കള്ളു കുടിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്നേ ഉണ്ടാവില്ല. അത് ഗുരുതരമായ തെറ്റായി മനസ്സിലാക്കി നമ്മൾ ജീവിക്കുന്നുണ്ടാവും. അത്തരം ആളുകളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് നാവ് കൊണ്ടുവരുന്ന തെറ്റ്. നമുക്ക് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാക്ക് കാണാം. ഞാൻ നിങ്ങളൊക്കെ ഏറെ പേടിക്കേണ്ട ഒന്നാണത്. അദ്ദേഹം പറഞ്ഞു, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇന്നഹു യക്സുറു ഫിസ് സാലിഹീൻ അൻ യജ്തനിബു സിന വശുർബൽ ഖംർ. സാലിഹികളായ ആളുകൾ കള്ളു കുടിക്കുക, വിചരിക്കുക എന്നുള്ളതൊക്കെ ഉപേക്ഷിക്കും. ധാരാളമായിട്ട് സംഭവിക്കും. നല്ല മനുഷ്യന്മാർ കള്ളുടിക്കാനോ വ്യഭിചരിക്കാനൊന്നും പോകൂല, അതിനെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നേ ഉണ്ടാകൂല. വലാകിന്നഹും യഖഊന ഫീ കബാഇരി ദുനൂബി ബില്ലിസാനി മിനൽ ഗീബതി വനഹ്വിഹാ. എന്നാൽ ഈ നല്ല മനുഷ്യന്മാർ അധികവും ചെന്ന് ചാടുന്ന വൻ പാപം എന്ന് പറയുന്നത് ഗീബത്ത്, ഇതുപോലെയുള്ള നാവ് കൊണ്ട് സംഭവിക്കുന്ന തെറ്റുകളാണ്. മറ്റൊരാളുടെ കുറവ് അയാളിൽ ഉള്ളത് തന്നെയാണ്. അയാളിൽ ഉള്ളത്, ഇല്ലാത്തത് പറഞ്ഞാൽ കളവാണ്, ഉള്ളത് തന്നെ പറഞ്ഞ് അയാളുടെ അഭിമാനം ക്ഷതം വരുത്തുക പോലെയുള്ള തെറ്റുകളിൽ, ഇങ്ങനെയുള്ള വലിയ വലിയ തെറ്റുകൾ നാവ് കൊണ്ട് അവരിൽ സംഭവിക്കും. അവൾ കള്ളുകുടിക്കൂല, വിചാരിക്കൂല. പക്ഷെ ഈ പറഞ്ഞതിൽ അവർ ചെന്ന് ചാടും. വമിനൽ കബായിരി ദുനൂബി ഫിൽ ഖൽബി മിനൽ ഉജ്ബി വൽ കിബ്രി വനഹ്വി ദാലിക. അതേപോലെ ഹൃദയങ്ങളിൽ സംഭവിക്കുന്ന വൻ പാപങ്ങളും സാലിഹുകളിൽ സംഭവിക്കുന്നത് എന്തായിരിക്കും അറിയാം? രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു. ഒന്ന് ഉജ്ബൻ, ഞാൻ തിരക്കേടില്ല എന്ന ചിന്ത, ഞാൻ ഉഷാറാണ്. അതേപോലെ കിബ്ർ, അൽ കിബ്ർ ബിൽ ഇബാദ, ഇബാദത്ത് കൊണ്ട് കിബ്ർ വരിക, ഞാൻ നന്നായി ഇബാദത്ത് ചെയ്യുന്നു എന്ന രൂപത്തിൽ ഒരു അഹങ്കാരം. ഇതൊക്കെ സാലിഹുകൾക്ക് സംഭവിക്കുന്നതാണ്. നോക്ക്, ഒരു കള്ളു പിടിച്ച് പെണ്ണും പിടിച്ച് നടക്കുന്ന ഒരാൾ ഞാൻ ഉഷാറാണെന്ന് അയാൾ ചിന്തിക്കാൻ ഉണ്ടാവില്ല. അയാൾ മോശക്കാരനെന്ന് തന്നെ അയാളെ കുറിച്ച് തന്നെ വിചാരിക്കാം. ഈ ഉജ്ബക്കാർക്ക് വരിക, ഉജ്ബൊക്കെ നിസ്കരിക്കുന്ന, പള്ളിയിൽ വരുന്ന, ദീനുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്കാണ് ഞാൻ തിരക്കേടില്ല, ഞാനൊക്കെ ഉഷാറാണ് എന്ന ചിന്ത വരിക. അപ്പൊ സാലിഹുകൾക്ക് അവരുടെ ഹൃദയങ്ങളിലൂടെ, ഹൃദയത്തിന്റെ പ്രവർത്തനം കൊണ്ട് സംഭവിക്കുന്ന വൻഭാവമാണ് ഈ ഉജ്ബും കിബറൊക്കെ. അതേപോലെ നാവ് കൊണ്ട് സംഭവിക്കുന്ന വൻഭാവങ്ങളാണ് ഈ പറഞ്ഞ ഗീബത്ത് പോലെയുള്ള കാര്യങ്ങളെന്നൊക്കെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, വലിഹാദാ കാന അസ്സബ്റു അൻ മആസിൽ ലിസാനി വൽ ഫർജ് മിൻ അസ്അബി അൻവാഇ സബ്ർ. അതുകൊണ്ടാണ് നാവ് കൊണ്ടുള്ള തിന്മകൾ, അതേപോലെ തന്നെ ലൈംഗിക അവയവങ്ങൾ പാപത്തിൽ നിന്ന് സുരക്ഷിതമാക്കുക പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷമ കുറച്ച് കൂടുതൽ പ്രയാസകരമേറിയ ക്ഷമയാകുന്നത്. കുറച്ച് കൂടുതൽ പ്രയാസം സഹിച്ച് ക്ഷമിക്കേണ്ട ഒന്നാണെന്ന് നാവ് ശ്രദ്ധിക്കുക, ലൈംഗിക അവയവം ശ്രദ്ധിക്കുക എന്നുള്ളതൊക്കെ. ലിഷിദ്ദത്തി ദാഇ ഇലൈഹിമ വസുഹൂലതിഹിമ,
അതിലേക്കുള്ള ആവശ്യം കൂടുതലാണ്. ആ തിന്മകൾ ചെയ്യാൻ എളുപ്പമുണ്ട്. നാവ് കൊണ്ടൊരു തെറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് റിസ്കില്ല. നമ്മൾ പറയാറുണ്ട് എല്ലില്ലാത്ത അവയവാന്ന് പറയും, എളുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ആ നാവിനെയും ലൈംഗികാവയവത്തെയും തിന്മയിൽ നിന്ന് സുരക്ഷിതമാക്കുക എന്നുള്ളത് കുറച്ച് ഏറെ പ്രയാസമുള്ള കാര്യമാണ് എന്ന് ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറയുന്നത്. വലിഹാദ തജിദുർ റജുല യഖൂമുൽ ലൈൽ വയസൂമുൻ നഹർ. അത് വായിച്ചപ്പോൾ നമുക്ക് ഭയങ്കര, നിനക്ക് രാത്രി നിസ്കരിക്കുന്ന, പകൽ സമയത്ത് നോമ്പെടുക്കുന്ന ചില ആളുകളെ കാണാം. വയതവറഉ മിൻ ഇസ്തിനാദിഹി ഇലാ വിസാദതി ഹരീരിൻ ലഹ്ളതൻ വാഹിദ. ഒരു കുറഞ്ഞ ഒരു ചെറിയ സമയമെങ്കിലും ഒരു പട്ടിന്റെ തലയിണയിൽ കിടക്കാൻ അവൻ പട്ട് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അതിന് അവൻ എന്ത് ചെയ്യൂല, അതിൽ നിന്നൊക്കെ സൂക്ഷ്മത പാലിക്കും. എന്ന് പറഞ്ഞാൽ അവന് നോമ്പെടുക്കുന്നു, അതേപോലെ തന്നെ ഇത്തരം ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഒരു നിമിഷ നേരത്തേക്ക് പോലും പട്ട് ഉപയോഗിക്കുക എന്നുള്ളത് അവൻ ചിന്തിക്കുന്നില്ല. ഇങ്ങനെയുള്ള ആളുകൾ ويطلق لسانه في الغيبة والنميمة والمفاكه في أعراض الخلق. മറ്റുള്ളവരുടെ അഭിമാനം പിച്ച് ചീന്തുന്ന ഗീബത്ത്, നമീമത്ത്, മറ്റു തമാശകൾ, അതിലൊക്കെ അവന്റെ നാവിന് അവൻ കെട്ടഴിച്ചു വിടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് കാണാം. രാത്രി നിസ്കരിക്കുന്ന ആളാണ്, പകല് സുന്നത്തോം പഠിക്കും, പക്ഷെ നാവ് ബൊക്കാണ്. ഇങ്ങനെയുള്ള ആളുകളെ കാണാം എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. അതുകൊണ്ട് മറ്റുള്ളവരുടെ ന്യൂനത, ആർക്കാ ന്യൂനത ഇല്ലാത്തത്? എല്ലാവർക്കും കുറവുണ്ട്. നമ്മൾക്ക് കുറവില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവനാണ് മണ്ടൻ എന്ന് സലഫുകൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുറവ് മനസ്സിലായിട്ടില്ല, എന്റെ പ്രശ്നം എന്താണ് എന്ന് തിരിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഭയങ്കര അപകടമുള്ള അവസ്ഥയാണ്. ആ കുറവുകൾ മനസ്സിലാക്കി തിരുത്തുക എന്നുള്ളതാണ്. കുറവുകൾ തന്നെ മനസ്സിലായിട്ടില്ലെങ്കിൽ എന്താ അവസ്ഥ? ഒരാൾക്ക് തന്റെ പ്രശ്നങ്ങൾ എന്താണ്, എനിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നൊരുത്തിന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ വളരെ അപകടകരമായ അവസ്ഥയിലാണ് ഉള്ളത്. തിന്മകൾ അത് പരസ്യമാകുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമല്ല. നമുക്ക് ഒരാളുടെ ന്യൂനതകൾ നമ്മൾ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, നമ്മൾ മറ്റുള്ളവരുടെ ന്യൂനതകൾ പരസ്യപ്പെടുത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇജ്തഹിദ് അൻ തസ്തുറൽ ഉസാത്ത്. തിന്മ ചെയ്യുന്ന ആളുകളുടെ തിന്മകൾ പരസ്യപ്പെടുത്തുന്നത് നീ ശ്രദ്ധിക്കണം, അത് മറച്ചുവെക്കുന്നതിൽ നീ പരിശ്രമിക്കണം. കാരണം ഫഇന്ന ളുഹൂറ മആസിഹിം ഐബുൻ ഫി അഹ്ലിൽ ഇസ്ലാം. ഒരു മുസ്ലിമായ ഒരു സഹോദരൻ ഇന്ന ഇന്ന തെറ്റുകൾ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ആളുകളോട് പറഞ്ഞെടുക്കുമ്പോൾ എന്താ, അത് ഇസ്ലാമിന്റെ ആളുകൾക്ക് മോശം. ഒരു മുസ്ലിമായ സഹോദരൻ അയാൾ തെറ്റിൽ ചെന്ന് ചാടി, അതന്നെ നമുക്ക് പ്രയാസം ഉണ്ടാകണം. അയാൾ തെറ്റിൽ ചെന്ന് ചാടി എന്നുള്ളത് അത് നമ്മൾ ആളുകളോട് ഇങ്ങനെ പറഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ആർക്കാ മോശം? നമ്മുടെ മുസ്ലിം ഉമ്മത്തിനാണ് അതിന്റെ മോശത്തരമുള്ളത്. അത് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു തആല പറഞ്ഞില്ലേ, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശതു ഫില്ലദീന ആമനു. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശതു ഫില്ലദീന ആമനു. വിശ്വാസികൾക്കിടയിൽ ഫാഹിശത്ത്, വിചാരം, അതുപോലെ തന്നെ മറ്റു വൃത്തികെട്ട കാര്യങ്ങൾ, അതൊക്കെ അതിൽ പെടുമെന്ന് തഫ്സീറിൽ കാണാം. തിന്മകൾ അത് വിശ്വാസികൾക്കിടയിൽ ഇങ്ങനെ പ്രചരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, വിശ്വാസികൾക്കിടയിൽ ഇങ്ങനെ ഒരുപാട് തിന്മകൾ ഉണ്ടാകണം എന്നൊരുത്തൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകൾ അവർക്ക് ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ, അവർക്ക് ദുനിയാവിലും പരലോകത്തും വലിയ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വ്യഭിചാരാരോപണം നടത്തുന്ന ആളുകൾ, അവർക്ക് ദുനിയാവിൽ ശിക്ഷയുണ്ട്. അവർ വ്യഭിചരിക്കാത്ത ഒരാളെക്കുറിച്ച് അല്ലെങ്കിൽ കൃത്യമായ തെളിവില്ലാത്ത ഒരാളെക്കുറിച്ച് കൃത്യമായ 4 സാക്ഷികൾ ഇല്ലാത്തൊരു വിഷയം അയാൾ പ്രചരിപ്പിക്കണം, അതിന് അടിയുണ്ട്, 80 അടിയുണ്ട്. അതാണ് ദുനിയാവിലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ. അവരത് പ്രചരിപ്പിക്കുന്നുണ്ട്. എന്താ സംഭവിക്കുന്നത്? ആളുകൾ ആ തെറ്റ്, വിശ്വാസികൾക്കിടയിൽ തെറ്റ് പ്രചരിക്കുന്നത് അവർ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകൾക്ക് കടുത്ത ശിക്ഷയുണ്ട് ദുനിയാവിലും പരലോകത്തും എന്നാണ് അല്ലാഹു തആല. വിശ്വാസികൾ തെറ്റ് ചെയ്യുന്ന നമുക്ക് പ്രയാസമാണ്. ഒരാൾ ഒരു തെറ്റ് ചെന്ന് ചാടുക എന്നുള്ളത് നമുക്ക് സന്തോഷം ഉണ്ടാക്കാൻ പാടില്ല. ഓൻ അങ്ങനെ തന്നെ വേണം എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മുടെ സഹോദരൻ ഒരു തിന്മ ചെയ്തു എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ മനസ്സുകൊണ്ട് സന്തോഷിക്കരുത്. ഇവിടെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ അസ്സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, ഇവിടെ ഹൃദയത്തിൽ തെറ്റുകൾ വ്യാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അവർക്കുള്ള ശിക്ഷയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തെറ്റുകൾ
അത് പരസ്യപ്പെടുത്തുകയും അത് മറ്റുള്ള ആളിലേക്ക് എത്തിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? മനസ്സിൽ ആഗ്രഹിച്ചാൽ തന്നെ അതാണ് വിഷയം. ഇത് ആ തെറ്റ്, ഒരാൾ തെറ്റ് ചെയ്തു, അത് പ്രചരിപ്പിക്കുക, അത് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കുക, എത്ര ഗൗരവമുള്ള വിഷയമായിരിക്കും. ആർക്കാണ് തെറ്റ് സംഭവിക്കാതെ? ആർക്കും തെറ്റ് സംഭവിക്കാം. നമ്മൾ ചിലപ്പോൾ നിലവിൽ ആ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത ഭാവിയിൽ ചിലപ്പോൾ ആ തെറ്റ് നമ്മളിൽ സംഭവിക്കാം. അതുകൊണ്ട് ഒരാൾ തെറ്റ് ചെയ്തു, അയാൾ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടി, ഒരു വൻപാപത്തിൽ നിന്ന് ചാടി എന്നുള്ളത് വിശ്വാസിയായ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും സന്തോഷിപ്പിക്കരുത്. ഒരു പക്ഷെ അയാളും നമ്മൾ തമ്മിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ പോലും വിശ്വാസിയാണോ അയാൾ ആ തെറ്റിൽ ചെന്ന് ചാടി എന്ന് നമ്മൾ ഒരിക്കലും സന്തോഷത്തോടു കൂടി പറഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സിൽ പോലും നമ്മൾ ആഗ്രഹിക്കരുത്. ഒരാളൊരു തെറ്റിൽ ചെന്ന് ചാടുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെയൊക്കെ മനസ്സ് എത്രത്തോളം വൃത്തികെട്ടതാണ് എന്നുള്ളത് ചിന്തിക്കാൻ, നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ ഒരു തെറ്റിൽ ചെന്ന് ചാടിയാൽ നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ഒരു രൂപത്തിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് പോക്കാണ്. ഒരിക്കലും വിശ്വാസികൾക്കിടയിൽ തെറ്റ് വ്യാപിക്കുക എന്ന് നമ്മൾ ആഗ്രഹിക്കാനേ പാടില്ല. അതേപോലെ തന്നെ ഒരാളിൽ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രചരിപ്പിക്കുക എന്നുള്ളതും പാടില്ലാത്ത കാര്യമാണ്. വിശ്വാസി എന്ന് പറഞ്ഞ അൽ മുഅ്മിനു യസ്തുർ, ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ മുഅ്മിനു യസ്തുർ വയൻസഹ്. വിശ്വാസി തന്റെ സഹോദരന്റെ തെറ്റ് കണ്ടാൽ അത് മറച്ചു വെക്കുകയും എന്നിട്ട് അവൻ ഉപദേശിക്കുകയും ചെയ്യും. വൽ മുനാഫിഖ് അല്ലെങ്കിൽ വൽ ഫാജിർ യഹ്തികു വയുഅയ്യിർ, അവൻ അവന്റെ മറ അവനെ വഷളാക്കുകയും അവനെ മോശമാക്കുകയും ചെയ്യും, തെമ്മാടി. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു അൽ മുഅ്മിനു യസ്തുർ വൽ മുനാഫിഖ് യഫ്ദഹ്. വിശ്വാസി തന്റെ സഹോദരന് തെറ്റ് സംഭവിച്ചാൽ അത് മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മുനാഫിഖ് അവനെ വഷളാക്കാൻ ശ്രമിക്കും എന്ന് പറഞ്ഞത് കാണാം. അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ അവർക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടെ ന്യൂനത അത് പരസ്യപ്പെടുത്തുക എന്നുള്ളത് നമ്മളൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമായി മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ തെറ്റിന്റെ പിന്നാലെ പോകരുത്, അത് തെറ്റ് കണ്ടെത്താൻ പരിശ്രമിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലാ തജസ്സസു, നിങ്ങൾ മറ്റുള്ളവരുടെ ന്യൂനതകൾ ചുഴ്ന്ന് അന്വേഷിക്കരുത്, ചാരപ്പണി എടുക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക് നോക്ക്, ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. എത്ര ഗൗരവമുള്ള പ്രയോഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ളത്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മിംബർ, റസൂലുള്ളാ മിംബർമ കയറി. വളരെ ഗൗരവപ്പെട്ട എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിലാണ് റസൂലുള്ളാ മിംബറിൽ കയറിയിട്ട് സംസാരിക്കുക. ഫനാദ ബിസൗതിൻ റഫീഇൻ, വളരെ ഉച്ചത്തിൽ റസൂലുള്ളാ വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത് അറിയോ? യാ മഅ്ശറ മൻ ഖദ് അസ്ലമ ബിലിസാനിഹി വലം യുഫ്ദിൽ ഈമാനു ഇലാ ഖൽബിഹി. നാവ് കൊണ്ട് വിശ്വസിച്ച സമൂഹമേ, ഹൃദയത്തിലേക്ക് ഈമാൻ കയറാത്തവരെ, ഹൃദയത്തിലേക്ക് ഈമാൻ കയറാത്ത നാവ് കൊണ്ട് മാത്രം മുസ്ലിമായവരെ എന്ന് വിളിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ലാ തുഅ്ദുൽ മുസ്ലിമീൻ, മുനാഫികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ട് അത് പറയുന്നത്. നിങ്ങൾ മുസ്ലിങ്ങളെ ഉപദ്രവിക്കരുത്. വലാ തുഅയ്യിറൂഹും വലാ തത്തബിഉ ഔറാതിഹിം, നിങ്ങൾ അവരെ വഷളാക്കരുത്, അവരുടെ ന്യൂനതകൾ നിങ്ങൾ ചുഴ്ന്ന് അന്വേഷിക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചത്തിൽ പറഞ്ഞു എന്നാണ്. ഫഇന്നഹു മൻ തതബ്ബഅ ഔറത അഖീഹിൽ മുസ്ലിം, തന്റെ മുസ്ലിമായ സഹോദരന്റെ ന്യൂനതകൾ ചുഴ്ന്ന് അന്വേഷിക്കാൻ ഒരുത്തൻ തിരിഞ്ഞാൽ തതബ്ബഅ അല്ലാഹു ഔറതഹു, അല്ലാഹു അവന്റെ ന്യൂനതകളും ആ രൂപത്തിൽ പരിശോധിക്കും. വമൻ തതബ്ബഅ അല്ലാഹു ഔറതഹു യഫ്ദഹു വലൗ ഫീ ജൗഫി റഹ്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ശക്തമായ രൂപത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം, നാവ് കൊണ്ട് മുസ്ലിമായി ഹൃദയത്തിൽ ഈമാൻ പ്രവേശിക്കാത്തവരെ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ മുസ്ലിങ്ങളെ ഉപദ്രവിക്കരുത്, അവരുടെ ന്യൂനതകൾ ചികഞ്ഞന്വേഷിക്കരുത് എന്നൊക്കെ പറഞ്ഞു. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അല്ലാഹു തആല അവനെ വഷളാക്കും. വമൻ തതബ്ബഅ അല്ലാഹു ഔറതഹു യഫ്ദഹു വലൗ ഫീ ജൗഫി റഹ്ലിഹി, അവനെ വീടിന്റെ ഉള്ളിലാണെങ്കിലും അവനെ അല്ലാഹു വഷളാക്കും എന്നാണ് പറഞ്ഞത്. ഒരാളുടെ കുറവിന്റെ പിന്നാലെ നമ്മൾ പോയാൽ അല്ലാഹു നമ്മളെ വഷളാക്കും. നമ്മൾ ശരിക്കും പേടിക്കേണ്ട വിഷയമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് തന്നെ ഇഷ്ടംപോലെ കുറവുകളുണ്ട്. മറ്റുള്ളവരുടെ കുറവുകൾ നമ്മൾ അന്വേഷിക്കാൻ നിന്നാൽ നമുക്ക് നമ്മുടെ കുറവിനെ കുറിച്ച് ചിന്തിക്കാൻ
സാധിക്കൂല. നമ്മൾക്ക് തന്നെ ഇഷ്ടം പോലെ കുറവുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഹദീസ് നമ്മൾക്ക് ഏറെ സുപരിചിതമാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? യുബ്സിറു അഹദുക്കും അൽ ഖദാ ഫി ഐനി അഖീഹി, ഒരാൾ തന്റെ സഹോദരന്റെ കണ്ണിലെ ചെറിയ കരട് കാണും. വയൻസൽ ജിദ്അ ഫി ഐനിഹി, അവന്റെ കണ്ണിലുള്ള വലിയ മരക്കഷ്ണം അവൻ കാണൂല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ചെറിയ ന്യൂനതകൾ അവൻ കാണുന്നുണ്ട്, അവന്റെ വലിയ വലിയ തിന്മകൾ അവൻ കാണുന്നില്ല. അതാണ് ശരി. നമ്മളൊക്കെ അതിൽ പെട്ടതാണ്. ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ ഒന്നാമതായി, രണ്ടാമതായി, മൂന്നാമതായി ഒക്കെ എന്റെ കാര്യത്തിലാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരാളാണ് ആ വിഷയത്തിൽ. അല്ലാഹു തആല ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മൾ മറ്റുള്ളവരുടെ ന്യൂനതയുടെ പിന്നാലെ പോവുക എന്നുള്ളത്. ഇബ്നു അൽ ഖയ്യിം അൽ-ഇമാം അൽ-ഖഹ്താനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നൂനിയയിൽ പറഞ്ഞ വാക്കുകൾ, ലാ തശ്ഗലന്ന ബിഐബി ഗൈരിക ഗാഫിലൻ അൻ ഐബി നഫ്സിക ഇന്നഹു ഐബാനി. നീ മറ്റുള്ളവരുടെ ന്യൂനതകൾ തെരയുന്നതിന് വേണ്ടി ശുഗലാകരുത്. മറ്റുള്ളവരുടെ ന്യൂനത, അവന്റെ കുറവുകൾ എന്താ എന്ന് ചിന്തിച്ച് നീ തിരക്കിലാകരുത്. സ്വന്തം കുറവുകൾ കണ്ടെത്താൻ ശ്രമിക്കാതെ മറ്റുള്ളവരുടെ കുറവുകളുടെ പിന്നാലെ പോവുക എന്നുള്ളത് നീ ശ്രദ്ധിക്കണം. ഇന്നഹു ഐബാൻ, അത് രണ്ട് ന്യൂനതയാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തം കുറവ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഒരു കുറവാണ്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കുറവുകൾ അതിന്റെ പിന്നാലെ പോകുന്നു എന്നുള്ളത് എന്താണ്? മറ്റൊരു കുറവാണ് എന്നാണ് അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കുക, നമ്മളൊരാളുടെ കുറവ് നമ്മൾ ശരിക്കും സുബ്ഹാനല്ലാഹ് നമ്മളെ ഈ വിഷയങ്ങൾ നോക്കിയ സമയത്ത് നമ്മൾക്ക് ഒരു സുഫിയാൻ ഇബ്നു ഹുസൈൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ശരിക്കും നമ്മൾ ചിന്തിക്കുക, നമ്മളൊരാളുടെ കുറവ് ഒരു സദസ്സിലിരുന്ന് പറയുമ്പോൾ ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ നമ്മൾ അടുത്ത ആളുകൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലായിരിക്കും കുറച്ച് കൂടുതൽ അത് പറയാം. ഒരേ ആദർശത്തിലുള്ള ആളുകളൊക്കെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം പറയാണ്, സുഫിയാൻ ഇബ്നു ഹുസൈൻ റഹിമഹുല്ലാഹ്, ذكرت رجلا بسوء عند إياس بن معاوية. إياس بن معاوية تابعيا. إياس بن معاوية അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ഒരാളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു, ന്യൂനത എടുത്തു പറഞ്ഞു. അപ്പൊ ഇയാസ് ബിൻ മുആവിയ റഹിമഹുല്ലാഹ് എന്റെ അടുത്തേക്ക് ഇങ്ങനെ നോക്കി, എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അഗസൗത റൂം, നീ റോമക്കാരായിട്ട് യുദ്ധത്തിന് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല. അഗസൗതൽ ഹിന്ദ അവി സിന്ധ അവി തുർക്ക്, തുർക്കിക്കാരായിട്ടോ ഇന്ത്യക്കാരായിട്ടോ സിന്ധുകാരായിട്ടോ ഒക്കെ യുദ്ധത്തിന് പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ശത്രുക്കളുമായി നീ എന്ത് ചെയ്തിട്ടുണ്ടോ, പോരാടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. അദ്ദേഹം ചിന്തിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, അഫസലിമ മിൻക റൂമു വൽ ഹിന്ദു വസ്സിന്ധു വത്തുർക്ക്, ശത്രുക്കളായിട്ടുള്ള ആളുകൾ നിന്റെ നാവിൽ നിന്ന് അല്ലെങ്കിൽ നിന്റെ ഉപദ്രവത്തിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സുരക്ഷിതരാണ്. അവർക്ക് ഒരു പരിക്കേൽപ്പിച്ചിട്ടില്ല. പക്ഷേ വലം യസ്ലം മിൻക അഖൂകൽ മുസ്ലിം, ഒരു മുസ്ലിമായ സഹോദരൻ നിന്റെ നാവിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, രക്ഷപ്പെട്ടിട്ടില്ല. ശത്രുക്കൾക്ക് നിന്നെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല. ഒരു മുസ്ലിമായ തന്റെ സഹോദരനെ നീ എന്ത് ചെയ്തിട്ടുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട്. അത് പറഞ്ഞാൽ ശരിയാണ്. നമ്മള് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് നമ്മളെ കൊണ്ട് ഒരു പരിക്കുണ്ടായിട്ടില്ല, അവളെ കുറിച്ചൊന്നും നമുക്ക്. പക്ഷേ മുസ്ലിമായ തന്റെ സഹോദരൻ നമ്മുടെ നാവിൽ നിന്നോ ഉപദ്രവത്തിൽ നിന്നോ സുരക്ഷിതനല്ല. ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. അല്ലാഹു തആല നമ്മളെല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കുറവിനെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ നമ്മൾക്ക് വേറെയുള്ള ആളുകളുടെ കുറവിനെ കുറിച്ച് ചിന്തിക്കാൻ ഒരിക്കലും സമയം ഉണ്ടാവുകയില്ല. പിന്നെ മാത്രമല്ല, നമ്മളെക്കുറിച്ച് എപ്പോഴും ശരിക്കും നമ്മളെക്കുറിച്ച് സത്യസന്ധമായിട്ട് വിലയിരുത്തുന്ന ആളുകൾക്ക് നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി നമ്മൾക്ക് വിനയം ഉണ്ടാകും. നമുക്ക് ബക്കർ ബിൻ അബ്ദില്ല അൽ മുസനി റഹിമഹുല്ലാഹ്, അദ്ദേഹം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ, ഞാനൊന്നും ഇവിടെ വായിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ഇദാ റഅ ശൈഖൻ, ഒരു വയസ്സായ ആളെ കണ്ടാൽ അദ്ദേഹം പറയും, ഹാദാ ഖൈറും മിന്നി, ഈ പ്രായമുള്ളയാൾ എന്നെക്കാൾ ഉത്തമനാണ്. എന്തുകൊണ്ട്?
അബദല്ലാഹ ഖബ്ലി, ഞാൻ ജനിക്കണമെന്ന് അയാൾ ജനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്താണ് എന്നെക്കാൾ മുമ്പ് അള്ളാഹ്ക്ക് ഇബാദത്ത് അയാൾ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ജനിച്ചുകൊണ്ട് തന്നെ എനിക്ക് മുമ്പേ അദ്ദേഹം അള്ളാഹ്ക്ക് ഇബാദത്ത് തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ വയസ്സായാൾ എന്നേക്കാൾ ഉത്തമനാണ്. വൈദാ റഅ ശാബൻ, ഇനി അദ്ദേഹത്തെക്കാൾ പ്രായം കുറഞ്ഞ യുവാവിനെ കണ്ട അയാൾ പറയും ഹാദാ ഖൈറുൻ മിന്നി, ഇയാൾ എന്നേക്കാൾ നല്ലവനാണ്. ഇർതകബ്തു മിനദ്ദുനൂബി അക്സറ മിമ്മ ഇർതകബ, അയാൾ തെറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, കാരണം അയാളെക്കാൾ കൂടുതൽ ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഇതാണ് ഇത് ശരിക്കും സ്വന്തം ന്യൂനതകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയാണ്. ശരിക്കും നമ്മളും അത് തന്നെ ചിന്തിക്കണം. മഹാന്മാരായ സലഫുകൾ, നല്ല സൂക്ഷ്മതയുള്ള ആളുകൾ, അവർ അവരുടെ ന്യൂനതകളെക്കുറിച്ച് അങ്ങേയറ്റം ശ്രദ്ധിക്കുന്നവരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരും അതിന്റെ പേരിൽ സ്വന്തത്തെക്കുറിച്ച് ബേജാറാകുന്ന ആളുകളായിരുന്നു. ഒരു കവി പറഞ്ഞതുപോലെ അൽമർഉ ഇൻ കാന ആഖിലൻ വരിഅൻ, ഒരു മനുഷ്യൻ അവന് ബുദ്ധിയുള്ള ഒരു സൂക്ഷ്മതയുള്ളയാളാണെങ്കിൽ അശ്ഗലഹു അൻ ഉയൂബി ഗൈരിഹി വറഉ, അവന്റെ സൂക്ഷ്മത മറ്റുള്ളവരുടെ ന്യൂനതകളുടെ പിന്നാലെ പോകുന്നതിൽ നിന്ന് അവനെ തടയും. ഒരു ബുദ്ധിയുള്ള ഒരാൾ അങ്ങനെയായിരിക്കും. കമൽ അലീലു സഖീം, ഏതുപോലെ നമുക്കൊക്കെ അറിയാം. ഇതിലാർക്കാണ് ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എൻ്റെ ഒരുപാട് ന്യൂനതകൾ എനിക്കറിയാം. നമ്മൾക്ക് ഒരുപാട് കുറവുകളുണ്ട്, പിന്നെ മറ്റുള്ളവരുടെ കുറവുകളെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് ഏതുപോലെയാണ്? കമൽ അലീലു സഖീം, ഏതുപോലെ ഒരു രോഗിയെപ്പോലെ. അശ്ഗലഹു അൻ വജഇൻ നാസി കുല്ലിഹിം വജഉ, നല്ല വേദന സഹിക്കുന്ന ഒരു രോഗിയാണ്. അയാൾക്ക് അയാളുടെ വേദന തന്നെ സഹിക്കാൻ പറ്റണില്ല, പിന്നെ അങ്ങനെ മറ്റൊരാളുടെ വേദനയെ കുറിച്ച് അയാൾ ചിന്തിക്കാം? അപ്പൊ ശരിക്കും ഒരു നല്ല കടുത്ത വേദന സഹിക്കുന്ന രോഗിയുടെ മാനസികാവസ്ഥ നമുക്കുണ്ട്. അയാൾക്ക് അയാളുടെ വേദന സഹിക്കാൻ പറ്റില്ല, അപ്പൊ തൊട്ടപ്പുറത്ത് കിടക്കുന്ന രോഗിയുടെ വേദന അയാൾക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. അയാൾക്ക് തന്നെ നല്ല വേദന ഉണ്ട്, അത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ ന്യൂനതകൾ തന്നെ നമുക്ക് ചിന്തിക്കാനും സങ്കടപ്പെടാനും തിരുത്താനും ആലോചിക്കാനും ഒക്കെ ഉണ്ട്. ഇത് ചിന്തിക്കാത്തതുകൊണ്ടാണ് മറ്റുള്ളവരുടെ തിന്മകളുടെ പിന്നാലെ പോകുന്ന ഒരു സാഹചര്യം നമ്മൾക്ക് ഉണ്ടാകുന്ന. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് അള്ളാഹു തആല നമ്മൾക്ക് നൽകിയിട്ടുള്ള മറ, അള്ളാഹു അസ്സതീറാൻ, നമ്മൾ ചിന്തിച്ചാൽ മതി, നമ്മൾ ശരിക്കും ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ഇത്രയും കാലത്തിനിടയിൽ രഹസ്യ ജീവിതത്തിലൊക്കെ ചിന്തിച്ചിട്ടുള്ള തിന്മകൾ, അതൊന്നും അള്ളാഹു തആല വെളിവാക്കിയിട്ടില്ല. ഓരോരുത്തരും വ്യക്തിപരമായി ചിന്തിച്ചാൽ മതി. അത് അള്ളാഹു ഇട്ടൊരു മറയാണ്. അള്ളാഹു അസ്സതീറായതുകൊണ്ട് അള്ളാഹു തആല നമ്മളെ അതിൽ നിന്ന് കാത്തു രക്ഷിച്ചു. അള്ളാഹു നൽകിയ റഹ്മത്താണ്, നിഅമത്താണ്. അതിന് നമ്മൾ മറ്റുള്ളവരുടെ ന്യൂനതകൾ മറച്ചു വെക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ആ വിഷയത്തിൽ നമ്മൾക്ക് ശ്രദ്ധയുണ്ടാകണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല എല്ലാവരും ഫിർദൗസുൽ അഅലയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.